PSC ഭ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒക്ടോബർ 31 ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി ഒക്ടോബർ മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രി എന്തായാലും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മൾ നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയോട് കൂടി ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചു. അപ്പോൾ ഇനി പറയാനുള്ളത്, ഒക്ടോബർ മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു വീഡിയോ വിട്ടുപോയിരുന്നത് തീർച്ചയായിട്ടും അത് കാണുക. ഇതാണ് ഒക്ടോബർ മാസത്തിലെ പ്ലേലിസ്റ്റ്. ഈ ഒരു പ്ലേലിസ്റ്റ് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒക്ടോബർ 1 മുതൽ 31 വരെയുള്ള വീഡിയോ ഈ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റിന് ഉത്തരം പറഞ്ഞു പോകാം. ലോകത്തിലെ ആദ്യത്തെ CNG ടെർമിനൽ വരാൻ പോകുന്നത് ഗുജറാത്തിലാണ്. ഗുലാം നബി ആസാദ് രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടി. എഡ്വേർഡ് സ്നോഡന് ഈയിടെ പൗരത്വം നൽകിയ രാജ്യം ആണ് റഷ്യ. ലൂയിസ് ഫ്ലെച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ചലച്ചിത്രമാണ്. ഇന്ത്യയിലെ ആദ്യ പട്ടികവർഗ മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകൾ നിലവിൽ വന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്: ലോകത്തെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സാഗരകന്യക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാഗരകന്യക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് ഈയിടെ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ സാഗരകന്യക സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിലാണ്. ശംഖുമുഖത്താണ് ഈ സാഗരകന്യക എന്ന് പറയുന്ന ഈ ഒരു മത്സ്യകന്യക ശില്പം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മത്സ്യകന്യക ശില്പം ആണ് സാഗരകന്യക എന്ന് പറഞ്ഞു. അപ്പോൾ സാഗരകന്യകയുടെ പ്രശസ്തനായിട്ടുള്ള ശില്പിയായിട്ടുള്ള കാനായി കുഞ്ഞിരാമനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം ഏറ്റവും റീസെൻ്റ് ആയിട്ട് കൂടി PSC ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ PSC പഠിക്കുമ്പോൾ കല എന്നുള്ള ഭാഗത്ത് ചിത്രകല ഒരു വിഷയമാണ്. അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ചിത്രകലയും ശില്പകലയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കാനായി കുഞ്ഞിരാമൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശില്പമാണ് റീസെൻ്റ് ആയിട്ട് ഗിന്നസ് റെക്കോർഡിൽ വന്നിട്ടുള്ളത്, സാഗരകന്യക എന്ന ശില്പം. അപ്പോൾ അതിൻ്റെ നീളം 87 അടി ആണ്, 25 അടി ഉയരവുമുണ്ട്. അപ്പോൾ ആ ഒരു ശില്പം റീസെൻ്റ് ആയിട്ടാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത്. അപ്പോൾ 1990 ഈ ഒരു ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 92 നിർമ്മാണം പൂർത്തിയാക്കി. അപ്പോൾ അതൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി പറയാനുള്ളത്, ശില്പം ഇപ്പോൾ നിർമ്മാണം ടൂറിസം വകുപ്പാണ് അതിൻ്റെ നിർമ്മാണം ഏൽപ്പിച്ചത്. അപ്പോൾ അതിൽ നിങ്ങൾ ശില്പി ആരാണെന്നുള്ള കാര്യം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇനി പറയാനുള്ളത് കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകളാണ്. കാനായി കുഞ്ഞിരാമൻ അദ്ദേഹം ജനിച്ചത് 1937 ജൂലൈ 25 അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അത് വെച്ചൊരു ചോദ്യം PSC ചോദിച്ചു. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരെ കുട്ടമ്മത്ത് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനിച്ചത്. ചെറുവത്തൂരിലെ കുട്ടമ്മത്ത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു. കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം KCS പണിക്കർ, ധനപാലൻ എന്നീ വ്യക്തികളുടെയൊക്കെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം രാജാ രവിവർമ്മ അവാർഡ്, തിക്കുറിശി അവാർഡൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജിലും അതുപോലെ തന്നെ ലണ്ടനിൽ സ്ലെഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലൊക്കെയാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അവിടെ സ്ലെഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ അദ്ദേഹം പ്രശസ്ത ശില്പിയായിട്ടുള്ള റെഗ് ബട്ട്ലറുടെ കീഴിലാണ് അദ്ദേഹം പരിശീലനം നേടിയത്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് റീസെൻ്റ് ആയിട്ട് വന്ന ഒരു PSC ചോദ്യം. അതിനുമുമ്പായിട്ട് ഒരു ഫാക്റ്റ് കൂടി എക്സ്ട്രാ ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ശില്പമാണ് യക്ഷി. മലമ്പുഴയിലാണ് ആ ഒരു ശില്പം സ്ഥിതി ചെയ്യുന്നത്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. 1969 ആ ഒരു ശില്പം സ്ഥാപിച്ചത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി റീസെൻ്റ് ആയിട്ട് +2 പ്രിലിമിനറി പരീക്ഷയുടെ സെക്കൻഡ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ്: താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. നമുക്കത് ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരളീയ വാസ്തുശില്പി
കണ്ണൂർ ജില്ലയിലെ കാനായി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാസർഗോഡാണ് ജനിച്ചതെന്ന് പറഞ്ഞു. KCS പണിക്കർ ധനപാൽ എന്നിവരുടെ ശിഷ്യൻ, ശരിയാണ്. ഇതും ശരിയാണ്, ഓൾറെഡി പറഞ്ഞതാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ആണ് തെറ്റ്. അപ്പോൾ നമുക്ക് ഏകദേശം ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ബാക്കി 3 ഓപ്ഷനിലും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻ സി കിട്ടും. 2, 3, 4 ഈ 3 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു കാര്യം, അത് മിക്കവാറും അത് കൺഫ്യൂഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആൾക്കാരായിരിക്കും. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ കാനായി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അപ്പോൾ അവിടെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പലരും അത് അങ്ങനെയും ഓപ്ഷൻ അങ്ങനെ ചിലപ്പോൾ ഗസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ജനിച്ചത് കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്താണ്. അപ്പോൾ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് റീസെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം. വളരെ സിമ്പിളാണ്. ആകെ ഒരു ഫാക്റ്റ് മാത്രമേ അതിൽ അറിയേണ്ടുള്ളൂ, ഒന്നാമത്തെ ഫാക്റ്റ് തന്നെ. അതിൽ തന്നെ ബാക്കി 3 ഓപ്ഷനിൽ അതുള്ളതുകൊണ്ട് ബാക്കിയൊക്കെ എലിമിനേറ്റ് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കനായ കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ശില്പകലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിൽ ആധുനിക ശില്പകലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ലളിതകലാ അക്കാദമിയെ കുറിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് എക്സ്ട്രാ GK ആയിട്ട് പറയാം. അപ്പോൾ 1850 ഒരു സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് ഇന്ത്യയിൽ ആരംഭിച്ചത്. അപ്പോൾ ഈ മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കലാവിദ്യാഭ്യാസ സ്ഥാപനം. ഇത് 1850 ആരംഭിച്ചു. 2 വർഷം കഴിഞ്ഞപാട് അത് ബ്രിട്ടീഷുകാർ അത് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് ഇന്ത്യ അത് ഏറ്റെടുത്തു ഗവൺമെന്റ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ കലാവിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിതമായത് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അവിടെ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് KCS പണിക്കർ. അപ്പോൾ അദ്ദേഹം പ്രമുഖ ശില്പിയായിട്ടുള്ള ദേവി പ്രസാദ് റോയ് ചൗധരിയുടെ കീഴിലാണ് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ പഠിച്ചത്. KCS പണിക്കർ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, കലയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു പേരൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, കനായ കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു. കുറേ പ്രധാനപ്പെട്ട വ്യക്തികൾ: MV ദേവൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, TK പത്മിനി, ഒരു പ്രധാനപ്പെട്ട വനിതാ ചിത്രകാരിയാണ്, V വിശ്വനാഥ്, KV ഹരിദാസ്, അതുപോലെ തന്നെ P ഗോപിനാഥ്, കാനായി കുഞ്ഞിരാമൻ. അപ്പോൾ ഇത്രയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് ശിഷ്യന്മാരായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇനി എക്സ്ട്രാ പറയാനുള്ളത് ലളിതകലാ അക്കാദമിയെക്കുറിച്ച്. കാരണം കാനായ കുഞ്ഞിരാമൻ ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോട്ടലായിട്ട് നമ്മൾ ആർട്ട് മേഖല പറഞ്ഞുകൊണ്ട് ലളിതകലാ അക്കാദമിയെക്കുറിച്ചൊന്ന് GK പറഞ്ഞു പോകാം. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഇതൊരു GK ചോദ്യമായിട്ട് ചോദിക്കും. കേരള ലളിതകലാ അക്കാദമി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഈ ലളിതകലാ അക്കാദമി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യങ്ങൾ ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ്, കാർട്ടൂൺ തുടങ്ങിയ ലളിത കലകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ലളിതകലാ അക്കാദമി സ്ഥാപിതമായത് 1962 ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. 62. അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇത് PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ ചെമ്പൂക്കാവിലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ചെയർമാൻ M രാമവർമ്മ രാജയാണ്. വിഖ്യാത ചിത്രകാരനായിട്ടുള്ള രാജ രവിവർമ്മയുടെ മകൻ, അദ്ദേഹമാണ് അതിൻ്റെ പ്രഥമ ചെയർമാൻ, M രാമവർമ്മ രാജ. അപ്പോൾ ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. അതും ഒന്ന് അറിഞ്ഞിരിക്കാം. നിലവിൽ മുരളി ചീരോത്താണ്. അപ്പോൾ ഈ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. ആ തൃശ്ശൂരുള്ള ആസ്ഥാനം ഡിസൈൻ ചെയ്തത് ഒരു പ്രശസ്തമായിട്ടുള്ള വാസ്തുശില്പിയാണ്, ലാറി ബേക്കറാണ് അതിൻ്റെ ലളിതകലാ അക്കാദമിയുടെ തൃശ്ശൂരിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ലളിതകലാ അക്കാദമിയുടെ മാസിക ചിത്രവാർത്തയാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ലളിതകലാ അക്കാദമിയുടെ മാസികയാണ് ചിത്രവാർത്ത. ഇന്ത്യയിലെ ഇനി ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഫാക്ട്. ഇത് കുറച്ച് മുൻപേ ഉള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന ചിത്രശാല സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ലളിതകലാ അക്കാദമി അങ്ങനെ സ്ഥാപിച്ചത് കേരളത്തിലാണ്. സഞ്ചരിക്കുന്ന ചിത്രശാല, മൂവിംഗ് ആർട്ട് ഗാലറി, 2016 ജനുവരി 20 അങ്ങനെ ഒരു സംരംഭം സ്ഥാപിച്ചത്. അടുത്ത് പറയാനുള്ളത്, റീസെൻ്റ് ആയിട്ട് 2022 ജനുവരിയിൽ ലളിതകലാ അക്കാദമി ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ചിത്രകാരന്മാരുടെ, ആർട്ടിസ്റ്റുകളുടെ
ഒരു ഡയറക്ടറിയാണ്, അവരുടെയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡയറക്ടറി. അപ്പോൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി. ഇപ്പോൾ ലളിതകല അക്കാദമിയുടെ കുറച്ച് പുരസ്കാരങ്ങൾ. വിഖ്യാത ശില്പിയായിട്ടുള്ള ലാറി ബേക്കറുടെ പേരിൽ വാസ്തുശില്പകലക്ക് പുരസ്കാരം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആദിവാസി ഗോത്ര നാടോടി ചിത്ര ശില്പകലകൾക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ് ജെ സ്വാമിനാഥൻ പുരസ്കാരം. സോണാബായ് രജ്വാർ പുരസ്കാരം, KCS പണിക്കർ പുരസ്കാരം, പത്മിനി പുരസ്കാരം, ഇതൊക്കെ നൽകുന്നത് ലളിതകല അക്കാദമിയാണ്. ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാണ് ലളിതകല അക്കാദമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ ആയിട്ടുള്ള ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീൻ നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ പലരും അത് തെറ്റിയിട്ട് തന്നെയാണ് എന്നെ ആ ഒരു ഇതിൽ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരുപാട് പേര് അതിൽ തിരുത്തിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തൊക്കെ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ വരാൻ പോകുന്നത് എറണാകുളത്താണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഒക്കെ ആരംഭിച്ചത്. അപ്പോൾ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ എറണാകുളത്താണ്, തൃശ്ശൂരല്ല. ഒരുപാട് പേര് തൃശ്ശൂർ എന്നത് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് കളമശ്ശേരിയിലാണ് അത് വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ കളമശ്ശേരിയിലുള്ള കിൻഫ്ര ഹൈടെക് പാർക്കിലാണ് പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് ഡിജിറ്റൽ സർവകലാശാലയും സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി അഥവാ സിമെറ്റ്, ഈ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്നത്. കളമശ്ശേരി കിൻഫ്ര പാർക്കിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സിമെറ്റ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് ചില വാർത്താ ചാനലിലും തൃശ്ശൂർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ തൃശ്ശൂരുള്ള സ്ഥാപനവും ഡിജിറ്റൽ സർവകലാശാലയും ചേർന്നിട്ടാണ് ഈ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ ആരംഭിക്കുന്നത് കളമശ്ശേരിയിലെ കിൻഫ്ര ഹൈടെക് പാർക്കിലാണ്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിലാണ് നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് ദേശാഭിമാനി പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഗ്രാഫീൻ എന്നുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വജ്രത്തെക്കാൾ കാഠിന്യമുള്ളതും ഉരുക്കിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളതുമായിട്ടുള്ള കാർബണിന്റെ ഒറ്റപ്പാളി ഗുണഭേദമാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോണിക് സ്വഭാവങ്ങളിൽ അസാധാരണ സവിശേഷതകളുള്ള ഒരു വസ്തുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ മിക്കവാറും പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് മേഖലയിലാണ്. അത് പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വ്യാവസായിക വിപണന മേഖലയിൽ, മൊബൈൽ ഫോൺ ഡിസ്പ്ലേ നിർമ്മാണത്തിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊന്ന് എക്സ്ട്രാ റീഡിങ്ങിനായിട്ടൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ട് അറിയേണ്ടത് ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ എവിടെയാണ്, അത് എറണാകുളത്ത് കളമശ്ശേരി കിൻഫ്ര പാർക്കിലാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതിൽ എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി, അത് PSC മുൻപ് ചോദിച്ചതാണ്. ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, ഇതും അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വെക്കുക. അടുത്ത ചോദ്യം, സ്വകാര്യ മേഖലയിൽ ഇന്ത്യൻ സേനക്ക് ഗതാഗത വിമാനം നിർമ്മിക്കാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്ലാന്റ് വരാൻ പോകുന്നത് എവിടെയാണ്? പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്ലാന്റ് സ്വകാര്യ മേഖലയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ റീസെൻ്റ് ആയിട്ട് പ്രധാനമന്ത്രി ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് വെച്ചാൽ വഡോദരയിലാണ്. അപ്പോൾ ഓപ്ഷൻ എ വഡോദരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്ലാന്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഗുജറാത്തിലെ വഡോദരയിലാണ് പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്വകാര്യ മേഖലയിൽ സൈനിക ഗതാഗത വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ടാറ്റയും വിദേശ കമ്പനിയായിട്ടുള്ള എയർബസും ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. അതിൽ നിർമ്മിക്കാൻ പോകുന്നത് C295 എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ട് വിമാനമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2022 വർഷം ബ്രസീൽ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഇന്ത്യയുമായിട്ട് പ്രധാനപ്പെട്ട ഒരു സംഘടന ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കാം. ഇപ്പോൾ ബ്രസീലിൻ്റെ നിലവിലെ പുതിയ പ്രസിഡന്റാണ് ലൂല ഡി സിൽവയാണ് പുതിയ പ്രസിഡന്റ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബ്രസീലിൽ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നിലവിൽ ലെഫ്റ്റ് ഗവൺമെന്റ് ആണുള്ളത്.
ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. അപ്പം അങ്ങനെ പുതുതായിട്ട് ബ്രസീലും ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ലുല ഡി സിൽവയാണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ വർക്കേഴ്സ് പാർട്ടി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നിലവിൽ പ്രസിഡന്റായിട്ടുള്ള വലതുപക്ഷ നേതാവുമായിട്ടുള്ള ജെയർ ബോൾസനാറോ അദ്ദേഹത്തിനെയാണ് ഇലക്ഷനിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ജെയർ ബോൾസനാറോ മുൻപ് ചോദിച്ചിട്ടുണ്ട് ബ്രസീൽ പ്രസിഡന്റ് ആരാണെന്നുള്ള ചോദ്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ തിരുത്തി പഠിക്കുക. ലുല ഡി സിൽവയാണ് പുതിയ പ്രസിഡന്റ്. അപ്പോൾ 3-ാം തവണയാണ് ലുല ഡി സിൽവ ബ്രസീലിന്റെ പ്രസിഡന്റ് ആവുന്നത്. ഇതിനു മുമ്പ് 2003, 2010 വർഷങ്ങളിൽ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ബ്രസീൽ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷമാണ്. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കാം. 4 വർഷമാണ് കാലാവധി. അടുത്ത ചോദ്യം, ഏത് ഫുട്ബോൾ താരത്തിനോടുള്ള ആദര സൂചകമായാണ് ഇറ്റലിയിലെ നാപ്പോളി സ്റ്റേഡിയത്തിൽ സ്വർണ്ണക്കാലുള്ള പ്രതിമ സ്ഥാപിച്ചത്? സ്വർണ്ണക്കാലുള്ള പ്രതിമ. ഉത്തരം മറഡോണയാണ്. മറഡോണയുടെ ആദര സൂചകമായിട്ട് ഇറ്റലിയിലെ നാപ്പോളി സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതിമ, അതിന് സ്വർണ്ണക്കാലുള്ള ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീഗോ അർമാൻഡോ മറഡോണ, അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 30, 1960. അപ്പോൾ ആ ദിനം, ഈ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ആ ഒരു ദിവസമാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അപ്പം അദ്ദേഹം മരിച്ചത് 2020 നവംബർ 25. അതും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് ആ വാർത്താക്കുറിപ്പ്. അദ്ദേഹത്തിന്റെ പ്രതിമ നാപ്പോളി സ്റ്റേഡിയത്തിൽ. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിൽ നാപ്പോളിയും സസുവോളോ ഈ കളിക്ക് മുൻപെയാണ് ഈ പ്രതിമ റീസെന്റ് ആയിട്ട് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിന്റെ 62ാമത് ജന്മദിനം റീസെന്റ് ആയിട്ട് ആണ് കഴിഞ്ഞത് ഒക്ടോബർ 30. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. മറഡോണയുടെ പ്രതിമയാണ് സ്ഥാപിച്ചത്. ലോക നഗര ദിനം, വേൾഡ് സിറ്റീസ് ഡേ എന്നാണ്. ഒക്ടോബർ 31 ആണ് ലോക നഗര ദിനം ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്, ആദ്യമായിട്ട് 2014 ആചരിച്ചത്. ഇപ്പോൾ ഈ വർഷം ഈ ഒരു നഗരദിനം ആചരിക്കുന്നത് ഷാൻഹായിൽ വെച്ചിട്ടാണ്. ചൈനയിലെ ഷാൻഹായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ വർഷത്തെ തീം ആക്ട് ലോക്കൽ ടു ഗോ ഗ്ലോബൽ. ആക്ട് ലോക്കൽ ടു ഗോ ഗ്ലോബൽ എന്നതാണ് ഈ വർഷത്തെ തീം. ദേശീയ ഐക്യദിനം, നാഷണൽ യൂണിറ്റി ഡേ, എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്, GK ചോദ്യമാണ്, PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഏകതാ ദിനം, ഐക്യദിനം ആചരിക്കുന്നത് ഒക്ടോബർ 31. ആരുടെ ജന്മദിനത്തിനാണ് ആചരിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിനാണ്. അദ്ദേഹം ജനിച്ചത് 1875 ഒക്ടോബർ 31. ജനന സ്ഥലം ഗുജറാത്തിലെ നദിയാദ് ഗ്രാമത്തിലാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വിശേഷണമുള്ള വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ബർദോളി ഗാന്ധി എന്ന് പറയപ്പെടുന്നുണ്ട്. 1928 ബർദോളി സത്യാഗ്രഹത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർദോളി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം അന്തരിച്ചത് 1950 ഡിസംബർ 15. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി അതിൽ പറയാനുണ്ട്. കാരണം ഈ ഒരു ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നിട്ടുണ്ട്. 2018 ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായിട്ടുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. അത് ഇന്ത്യ രാജ്യത്തിന് സമർപ്പിച്ചത് 2018 ഈ ഒരു ദിവസത്തിലാണ്, ഒക്ടോബർ 31. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ആ പ്രതിമയുടെ ഉയരം 182 മീറ്റർ ആണ്. അത് PSC റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പൂർണ്ണകായ പ്രതിമയാണ്. രൂപകൽപ്പന ചെയ്തത് രാം വി സുത്തർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ഫാക്റ്റുകളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പറയുന്നത്. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്. ദുലീപ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാവർ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം എന്നാണ്? അണുവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം, ഇന്റർനാഷണൽ ഡേ ഫോർ ദ ടോട്ടൽ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ഏത് ദിവസമാണ്? 2020 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാരാണ്? 52nd എഡിഷൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മുതൽ പുതിയ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒക്ടോബർ മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. അതിനുശേഷം മാത്രമേ മന്ത്ലി MCQ പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം മന്ത്ലി MCQയിൽ നമ്മൾ വേറൊരു കാര്യം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെയിലി കറണ്ട് അഫയേഴ്സ് തന്നെ കാണുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.